നിസ്കാരം ഖുർആൻ ഓതാത്ത നിസ്കരിക്കാത്ത വീടുകളുണ്ട്. ഖുർആനുണ്ട് എവിടെ? ഷെൽഫിന്റെ ഏറ്റവും മുകളില് തട്ടില് ആ മൂലയിൽ ഇരിപ്പുണ്ട് പൊടി പിടിച്ച്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എവിടെ ഖുർആനുണ്ട് എടുക്ക് നോക്കുമ്പോൾ തട്ടിന്റെ മുകളിൽ നിന്ന് എടുക്കുന്നു, പൊടിയൊക്കെ പിടിച്ച്. മരിച്ചെടുത്ത് മാത്രം ഓതാനുള്ള ഒരു കിതാബല്ല ഖുർആൻ. റമദാൻ മാസത്തിൽ മാത്രം ഓതാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. അല്ലെങ്കിലോ 27-ാം രാവിലെ മാത്രം എടുത്ത് സൂറത്ത് യാസീൻ ഓതിയിട്ട് മടക്കി വെക്കേണ്ട ഗ്രന്ഥമല്ല ഖുർആൻ. ബറാഅത്ത് രാവ് വരുമ്പോ അല്ലെങ്കിൽ മുഹറം 10 വരുമ്പോൾ ഓതി മടക്കി വെക്കാനുള്ള ഗ്രന്ഥമല്ല, കിതാബല്ല ഖുർആൻ. എല്ലാ ദിവസവും ഓതാനുള്ളതാണ്. ഞങ്ങൾ മൊബൈലിലാണ് ഓതുന്നത്. ഇപ്പൊ ഖുർആനൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ എന്നാ പറയണം പല ആളുകളും. ചില ചെറുപ്പക്കാർ പറയുന്നത് ഖുർആനൊക്കെ ഇപ്പൊ എടുത്തു നടക്കണ്ടേ, ഇതാവുമ്പോ അല്ലെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. ആദ്യം മതി, കുഴപ്പമില്ല, ഖുർആൻ നമുക്ക് ഇത് മൊബൈലിൽ ഓതാം. പക്ഷെ ഖുർആൻ നോക്കി മുസ്ഹഫ് നോക്കി ഓതുന്നത് പോലെ ഒരിക്കലും ആവില്ല. അപ്പോൾ ഖുർആൻ അത് ഒരു മൂലയിൽ ഇരിക്കുന്നു, പറ്റൂല, അതെടുത്ത് ഓതണം, അതിൻ്റെ പൊടിയൊക്കെ തട്ടി മാറ്റണം. എന്നാൽ വീട്ടിൽ ഖൈറുണ്ടാവും, ബർക്കത്തുണ്ടാകും. വീട്ടിൽ നിസ്കാരം വേണം. ആണിനുമില്ല, ചില വീട്ടിൽ ആണുങ്ങൾക്ക് നിസ്കാരം ഉണ്ടാകും, പെണ്ണുങ്ങൾ നിസ്കരിക്കൂല. ചില വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കും, ആണുങ്ങൾ നിസ്കരിക്കൂല. ചില വീട്ടിൽ രണ്ടുപേർക്കും ഉണ്ടാവില്ല. ആ വീടേ ഒരു ഖൈറുണ്ടാവില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മൂകതയും വല്ലാത്ത എന്താ പറയുക ഒരു ഐശ്വര്യക്കേടും ചില ആളുകൾക്ക് മനസ്സിലാവുക. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം.